നേരം വെളുത്തിട്ട് കുറേ സമയമായി. സൂര്യൻ ചേട്ടൻ അടുക്കളയിൽ വന്നു. ഞങ്ങൾ എഴുന്നേറ്റത് ഇപ്പോഴാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു 8 മണിയൊന്നും ആവാതെ ഞാനും പിള്ളേരും എഴുന്നേൽക്കത്തില്ല. അമ്മ രാവിലെ തന്നെ എഴുന്നേൽക്കും. അത് പണ്ട് തൊട്ടേ ഉള്ള ശീലം ആയതുകൊണ്ട് ഞായറാഴ്ചയും തിങ്കളാഴ്ചയൊന്നും ഒന്നുമില്ല കേട്ടോ. 5:30 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് അമ്മ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കും. നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കിനും ഈ നേരം ആവും കേട്ടോ. ചില ദിവസങ്ങളിൽ അമ്മ ചായ ഇട്ട് വെച്ചേക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ എഴുന്നേറ്റ് വന്ന് ചായ ഇടും. അപ്പോൾ ഇന്ന് നമുക്കൊരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമുക്കിന്ന് പാൽ ചായ ഉണ്ടല്ലോ. എല്ലാ ദിവസവും നമുക്കിവിടെ പാൽ ചായ ഒന്നും ഇല്ല കേട്ടോ, കട്ടൻ ചായ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പാൽ ചായ ഇടുന്ന ദിവസങ്ങളിൽ നമുക്കെല്ലാം ഭയങ്കര സന്തോഷമായിരിക്കും, നമ്മൾ ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഇട്ടു. എല്ലാവരും അവിടെ അവിടെ പോയിരുന്നു കുടിച്ചു കേട്ടോ. എൻ്റെ കുഞ്ഞപ്പുകുട്ടന് ഭയങ്കര പനിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുവാണ് കേട്ടോ. വയ്യാതൊക്കെ ആകുമ്പോൾ പിറകീന്ന് മാറത്തില്ല. നമ്മളും ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ കുത്തിയിരുന്ന് ചായയൊക്കെ കുടിച്ചു. അമ്മയ്ക്കും പനിയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മേനെയും കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോഴുണ്ട് മീനാക്ഷിക്കുട്ടി സ്കൂളിൽ നിന്ന് പഠിച്ച ഒരു വിദ്യയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു വള്ളി കൊണ്ടുള്ള ഒരു കളിയാണ് കേട്ടോ. അത് അവളുടെ കൈ കിട്ടിയത് ഒരു ID കാർഡാണ്. അതെടുത്ത് വെച്ച് എൻ്റെ കയ്യിൽ ഇതേപോലെ കുരുക്കൊക്കെ ഇട്ടിട്ട് അത് കുരുക്കില്ലാണ്ട് കെട്ട് വീഴാതെയൊക്കെ അഴിച്ച് കാണിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കാണിച്ച് എടുക്കുവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഇനി നമ്മൾ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മയിൽ വാഹനത്തിൽ കയറി ഇരുന്നിട്ട് പോകാൻ പോവാണ്. പിന്നെ ഞങ്ങളുടെ വഴി നല്ല അടിപൊളി വഴി ആയതുകൊണ്ട് റോഡിൽ ചെന്നിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് പോകാൻ പോവാണ്. ഇനി താഴെ റോഡിൽ ചെന്നിട്ട് വേണം അമ്മയെ കേട്ടാനൊക്കെ ആയിട്ട്. അമ്മ ഒരുങ്ങി റെഡി ആയിട്ട് താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഹോസ്പിറ്റലൊക്കെ വന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആശുപത്രിയാണിത്. സാധാരണ പനിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെയാണ് പോകാറുള്ളത് കേട്ടോ. ഇവിടെ ഒന്നും നിൽക്കാതിരിക്കുമ്പോഴാണ് വലിയ വലിയ ആശുപത്രികളിലോട്ട് പോകുന്നത്. ഇപ്പോൾ തൽക്കാലം ഇവിടെ മതി. അങ്ങനെ പുള്ളിക്കാരിക്ക് കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പനി ആയതുകൊണ്ട് തന്നെ ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ സ്ത്രീകൾ നിൽക്കണം, ഇവിടെ പുരുഷന്മാർ നിൽക്കണം. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ സ്ത്രീകളും ഇല്ല പുരുഷന്മാരും ഇല്ല, ആരുമില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പൊതുവെ തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ. മറ്റത് ഈ ഭാഗത്ത് നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുതിർന്ന പൗരന്മാരുടെ സ്ഥലത്ത് പോയി നിന്ന് മരുന്നൊക്കെ മേടിച്ചു. ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ. പിന്നെ അത്യാവശ്യം തിരക്കൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ ചെന്ന പാടെ ഡോക്ടറൊക്കെ കണ്ടു, മരുന്നൊക്കെ മേടിച്ചു വീട്ടിലോട്ട് പോകാനൊക്കെ ഒരുങ്ങുകയാണ് കേട്ടോ. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വ്യക്തിയാണ്. ഇതേപോലെ ഒരെണ്ണം കിട്ടിയായിരുന്നെങ്കിൽ വീട്ടിൽ കൊണ്ടുവെക്കായിരുന്നു. കുഞ്ഞപ്പൂന് കളിക്കായിരുന്നു, കൂട്ടത്തിൽ എനിക്ക്. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി നമ്മുടെ വണ്ടിയിൽ കയറി നമ്മൾ വീട്ടിലോട്ടൊക്കെ പോവാണ്. അതിന് മുമ്പ് നമുക്കിന്നൊരു ചെറിയ പരിപാടിയുണ്ട്. ആശുപത്രി ഒന്ന് ക്ഷീണമൊക്കെ ഒന്ന് തീർക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ കുറച്ച് കോഴിയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കോഴി മുറിക്കുന്ന ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ കോഴിയുടെ കാല് വെട്ടി മുറിക്കല്ലേ. സംസാരിച്ച് മിക്കവാറും കാല് വെട്ടി മുറിക്കുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മേടിച്ചു. എന്നിട്ട് വീട്ടിലോട്ടൊക്കെ പോവാണ് കേട്ടോ. അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ വെളിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വന്നു. ഈ ഇരിക്കുന്ന സാധനം എന്താണെന്നറിയാമോ? നമ്മുടെ ബിരിയാണി കിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ഇത് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റൈസാണ്. അല്ലെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിലാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നത്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ. അന്നാണല്ലോ എല്ലാവരും വീട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ചെറിയ സന്തോഷം. പിന്നെ ഞാൻ 2 കോഴീനെ വാങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ കോഴിക്കാലിൻ്റെ പ്രിയരാണ് ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാവരും. അപ്പോൾ അടി ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് 2 കുഞ്ഞു കോഴികളെ വാങ്ങിച്ചു. അപ്പോൾ കാലൊക്കെ നമ്മൾ മുറിക്കാതൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കിനും നമ്മൾ അരി അടുപ്പത്തിടാനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ചു. ഞാൻ അരിയും കഴുകിയിട്ടു. അതിലേക്ക് ചേർക്കാനുള്ള നമ്മുടെ കോഴിയാണ്. നമ്മുടെ എല്ലില്ലാത്ത കഷ്ണം ഒരു 3-4 എടുത്തിട്ട് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അടുപ്പത്ത് വേകാൻ വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ അരിയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അരി വെന്ത് കുഴഞ്ഞു പോകുമല്ലോ. അപ്പോൾ പിന്നെ ചിക്കൻ പായസമായി പോകുമല്ലോ. അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല. കാരണം എല്ലാവരുടെയും വായിക്കുന്ന കുറ്റം കേൾക്കാനൊന്നും എനിക്ക് വയ്യ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് നമ്മൾ ചിക്കനല്ലല്ലോ റൈസൊക്കെ നല്ലോണമൊക്കെ വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ റൈസിൽ ചേർക്കാനുള്ള സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിയുണ്ട്, നമ്മൾ മുട്ട ചിക്കി തോർത്തിയതുണ്ട്, ചിക്കൻ അങ്ങോട്ട് വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടില്ല, അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, നമ്മുടെ ബീൻസ്, ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതെല്ലാം നെയ്യ് കുറച്ചേ ഉള്ളായിരുന്നു. ഞാനിത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് അതെല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ചിക്കൻ പുഴുങ്ങി പൊടിച്ച് വെച്ചതും നമ്മുടെ മുട്ട ചിക്കി തോർത്തിയതും എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് ഇളക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ റൈസ് വേവിച്ച് വെച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് ഇച്ചിരി നെയ്യ് ഒഴിക്കണം, ഇച്ചിരി എസൻസ് ചേർക്കണം.
മസാലകളൊക്കെ നമ്മൾ മറ്റേ പച്ചക്കറികൾ വഴറ്റിയ സമയത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ മസാലയും വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗരം മസാല ചേർത്താൽ മതി. അങ്ങനെ അതെല്ലാം ചേർത്ത് ആക്കിയിട്ടു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ മല്ലി എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്താലോ എന്നൊരാഗ്രഹം. പക്ഷേ ചിക്കൻ റൈസിനെ അങ്ങനെ അപമാനിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ആഗ്രഹം വേണ്ടെന്ന് വെച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കോഴി പൊരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്ല കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, നമ്മുടെ ചിക്കൻ മസാല, അതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒന്ന് വറുക്കാനൊക്കെ ആയിട്ട് വെച്ചു. നമ്മളൊരു ചിക്കൻ പെരട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ വെക്കുന്ന ഒരു സാധാ ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അതായത് സവാളയും തക്കാളിക്കും ഒന്നും വഴറ്റുന്നില്ല, അല്ലാണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനൊരു പരുവായി കേട്ടോ. പിന്നെ നമ്മൾ ഇലയൊക്കെ വെട്ടിയിട്ട് റൈസൊക്കെ വിളമ്പി, നമ്മുടെ ചിക്കൻ കറിയെന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ വിളമ്പി, പപ്പടവും വിളമ്പി. എൻ്റെ ഈ കഴിപ്പ് കണ്ടു കഴിഞ്ഞാൽ തോന്നും എനിക്കെന്തോ വിഷമോ ദേഷ്യമൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഒന്നുമില്ല. ഇത്രയും സമയം അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെട്ടതിൻ്റെ ക്ഷീണവും വിശപ്പും എല്ലാം ഉണ്ട്. അതെല്ലാം അങ്ങോട്ട് തീർക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ കഴിച്ചു. ഞാനും കഴിച്ചു, അമ്മയും കഴിച്ചു, പിള്ളേരും കഴിച്ചു, എല്ലാവരും കഴിച്ചു. നല്ലൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ചിക്കൻ റൈസും വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.